വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന്റെ ഭാഗമായിട്ട് ഏതൊരു പരിപാടി നടക്കാൻ, ആ പരിപാടിയിൽ കുറെ DJ സോങ് ഒക്കെ ഇട്ട് പിള്ളേര് തുള്ളിക്കളിക്കാണ്. കണ്ടപ്പോൾ വല്ലാത്ത വേദനയാണ് തോന്നിയത്. ആരാണ് ഇവന്മാർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എത്രമാത്രം മോശമാണിത്. അള്ളാന്റെ ചിഹ്നങ്ങളോടുള്ള ആദരവ് അതുണ്ടെങ്കിൽ തഖ്വയുണ്ടാകുന്ന ഖുർആൻ. ആ മുത്തുനബിയോടുള്ള ആദരവിന്റെ ഭാഗമായി നമ്മൾ ഭംഗിയായി റാലി നടത്താം, നമുക്ക് മൗലിദ് ചൊല്ലാം, ഭക്ഷണം ദാനം ചെയ്യാം, സ്വതക്കകൾ ചെയ്യാം, മദ്ഹുകൾ പാടാം. പക്ഷേ എന്റെ മുത്തുനബി ഇഷ്ടമില്ലാത്ത സംഗതികൾ അതിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്നാൽ തഖ്വയുണ്ടാവോ കൽബില്? ഇല്ല. മുത്തുനബിയുമായി ബന്ധപ്പെട്ട സംഗതിക്ക് അല്ല പെട്ടെന്ന് ആക്ഷൻ എടുക്കൂട്ടോ. അനാദരവ് എവിടെ സംഭവിച്ചു പോകരുത്, അനാദരവ് എവിടെയും സംഭവിച്ചു പോകരുത്. അത് റാലിയിലാകട്ടെ, മുത്തുനബിയുടെ പേരിലുള്ള പരിപാടികളിൽ ഒന്നിലും തന്നെ അനാദരവിന്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നമ്മുടെ മഹലിൽ നിന്ന് റാലി നടത്തുമ്പോൾ നമ്മുടെ നടത്തം, നമ്മുടെ യാത്ര, നമ്മുടെ ബൈത്തുകൾ, നമ്മുടെ സംസാരം മലക്കുകൾ നിറയുന്ന സദസ്സാണത്. കാരണം ഈ സദസ്സ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ പേരിലാണ്. അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. എന്റെ ഹബീബിനെ ആരാണ് അപമാനിക്കുന്നത് എന്ന് നോക്കാൻ അള്ളാന്റെ മലക്കുകൾ അവിടെ ഉണ്ടാവൂലേ? അല്ലേ? ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ അനാദരിക്കുന്ന ഒരു സംഗതി നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യരുത് മക്കളെ. നമ്മുടെ ആഖിബത്ത് മോശമാകാൻ അത് കാരണമാകും. എല്ലാ ആലിമീങ്ങളും പറഞ്ഞു കൊടുത്താലും ഈ പേക്കുത്ത് കാണിക്കാൻ ഏതെങ്കിലും ഉസ്താദുമാർ പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യുന്നുള്ള വാശിയാണ് പല മഹലിലും പല ആളുകൾക്കും. പക്ഷെ നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നം ഇവിടെ ഇല്ല. പക്ഷെ മുത്തുനബിയുടെ പേരിലാകുമ്പോൾ ആക്ഷൻ ആരെടുക്കും? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനെ, ആ വലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ വലിയനെ വേദനിപ്പിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞതായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് മുത്തുനബിക്ക് വേദന ഉണ്ടാകുന്ന ഒരു സംഗതിയിൽ ഉണ്ടാകാൻ പാടില്ല. ഹബീബ് നമ്മളെ കാണുക, പ്രത്യേകിച്ച് ഇത്തവണത്തെ നബിദിനം വെള്ളിയാഴ്ചയാണ്. എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഞാനിങ്ങനെ കാണും. മുത്തുനബി സന്തോഷിക്കണം. നമ്മൾ സ്വലാത്തും ചൊല്ലി ഇങ്ങനെ നടന്നു പോകുന്നത്, അച്ചടക്കത്തോടെ നടന്നു പോകുന്നത് കണ്ട് ആര് സന്തോഷിക്കണം? സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ ഇടയിൽ മുത്തുനബിക്ക് വേദന ഉണ്ടാകുന്ന ഒരു സംഗതിയും അവിടെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് ആക്ഷൻ എടുക്കും. അങ്ങനെയല്ലേ? നമ്മുടെ കുട്ടികളെ ഒരാൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രയാസം തോന്നുന്ന ആർക്കായിരിക്കും? അള്ളാന്റെ ഹബീബാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അനാദരവ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത്തവണ വളണ്ടിയേഴ്സിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരോട് സഹകരിക്കണം. കുട്ടികളാണെന്ന് എഴുതിയിട്ട് നമ്മൾ അങ്ങനെ ഉറക്കാം എന്നൊന്നും പറഞ്ഞു കളയരുത്. ആ മക്കൾ അവിടെ നിൽക്കുന്നത് മുത്തുനബിയുടെ പേരിലുള്ള റാലി ഭംഗിയാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് പോലെ ഭംഗിയായി അച്ചടക്കത്തോടെ നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ റാലി പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് പിള്ളേരൊന്നും കാണൂല, അവിടെയൊക്കെ വാപ്പമാരും പാപ്പമാരും ഇരിക്കും. അല്ലെ? അപ്പൊ ആ ഒരു ഭംഗി നമ്മളിങ്ങനെ ചെറിയ കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്, പിന്നെ ബാക്കിൽ വാപ്പന്മാരുണ്ട്. അങ്ങനെ ഒരു ഭംഗിയായി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ അച്ചടക്കത്തോടെ തിരിച്ചു വരാൻ കഴിയണം. അങ്ങനെ ആവൂലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഹറാമും മുത്തുനബി ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയും അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ മുത്തുനബിയുടെ പേരിൽ വന്നാൽ അത് ഡേഞ്ചറസ് ആണ്. അള്ളാഹു നമ്മളെ